അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപ്പ് വടയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. വടപ്പരിപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗ്രീൻ പീസിൻ്റെ പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ വാങ്ങിക്കാൻ കിട്ടും. ഈ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിതൊരു ഓവർനൈറ്റിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെക്കണം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെക്കണം. പരിപ്പട ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് വെള്ളം വാർത്ത് വെക്കണം. അപ്പോൾ വെള്ളം വാർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇല്ലാതെ വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. പരിപ്പ് അരച്ചെടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു 2 ടീസ്പൂൺ പരിപ്പ് ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. അരച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ. പരിപ്പ് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ക്രഷ് ചെയ്യുന്ന ജാറാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് നെട്ടി മാത്രം കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. തൊലിയോട് കൂടിയാണ് ഏറ്റവും നല്ലതും ടേസ്റ്റും. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അപ്പോൾ വലിയ ജീരകം വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പരിപ്പിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ടുണ്ട് അരച്ചെടുക്കണം. കുറച്ചൊന്ന് അരച്ചെടുക്കട്ടെ, നല്ല പേസ്റ്റ് ആക്കണ്ട, എന്നാലും ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് ഒന്നും കൂടുതൽ അരച്ചെടുക്കണം. ഇപ്പോൾ പകുതി ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് വരാം. ആദ്യം ഇട്ട് കൊടുത്തത് കുറച്ചൊന്നും അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കണ്ട, എന്നാലും ഒന്നും അരച്ചെടുക്കണം. എന്നാൽ നമുക്ക് പിന്നെ കടലമാവോ മൈദപ്പൊടിയോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും വേണ്ട. വട ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്ത് ഒന്നും ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒന്നും കുറച്ചും കൂടെ നരച്ചെടുക്കുക, രണ്ടാമത്തേത് ഒന്നും ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി ആട്ടത്, ഒരു വലിയ ഉള്ളി കനം കുറഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണിത്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ഒരു 8 എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. വെറും ചെറിയ ഉള്ളി മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെറും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതൊരു 3 പച്ചമുളക് നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടില്ല കേട്ടോ. ഇതിട്ട് കൊടുക്കുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇഞ്ചി 2 ടീസ്പൂണ് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതാണ്, ഇതിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില എത്രയെന്ന് കണക്കൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ നല്ലത്. അതിട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അതിന് പ്രത്യേകിച്ച് കണക്കില്ല. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പച്ചമുളക് ചേർത്താത്തത് അതുകൊണ്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, എല്ലാതും കൂടി നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട, ഉപ്പും ഇതൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൽ നമുക്ക് പരിപ്പ് വടക്കുള്ള വെള്ളം ഉണ്ടാവും. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും മുളകൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കായപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ പരിപ്പ് വടക്കുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സമയം വെച്ചാൽ പരിപ്പുമൊക്കെ മസാല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇപ്പോൾ കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് വടയുടെ കൂട്ടിൽ നിന്ന് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള വടയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം. ഇനി നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം അമർത്തി കൊടുക്കേണ്ട, പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊരു മീഡിയം വലുപ്പത്തിൽ കുറച്ചൊരു കനത്തിലുള്ള വടയായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല കനം കുറച്ച് ഉണ്ടാക്കി നമുക്ക് പരിപ്പ് വടയുടെ ടേസ്റ്റ് കിട്ടില്ല. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവുകയും ചെയ്യൂല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. ഏകദേശം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവോളം വേണം കേട്ടോ.
ഈ പരിപ്പ് വട പൊരിച്ച് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ, അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടണ്ടേ. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ കോരിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള വടകളും ഇതേപോലെ തന്നെ പരത്തിയിട്ട് നമുക്ക് എണ്ണയിലിട്ടും പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തൊക്കെ നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പരിപ്പ് വട കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ പരിപ്പ് വട ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നതാണ്.